28 January, shift 1, question number 3. Question എടുത്തിരിക്കുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് റൗൾസ് ലോ എന്ന ടോപ്പിക്കിൽ നിന്ന്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? അറ്റ് T Kelvin, 2 moles of liquid A and 3 moles of liquid B are mixed. The vapor pressure of the solution is 320 mm mercury. Ideal solution ആണ്. ഐഡിയൽ ആണെന്ന് പറയുമ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ. At this stage, 1 mole of A and 1 mole of B are again added to the solution. The vapor pressure is now measured as 328.6 mm mercury. The vapor pressure in millimeter mercury of A and B are respectively. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. 2 മോൾ എയും 2 മോൾ ബിയും മിക്സ് ചെയ്ത ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് 320 mm mercury. നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ? ആ റിലേഷൻഷിപ്പ് ഒന്ന് എഴുതിയാലോ? എന്താ നമ്മളോട് പറയുന്നത്? നമ്മുടെ കയ്യിൽ 2 മോൾ എയും 3 മോൾ ബിയും ചേർന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് ഒരു കണ്ടെയ്നറിൽ. റെഡി? നമ്മുടെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിൽ 2 മോൾ എയും 3 മോൾ ബിയും ചേർന്ന ഒരു മിക്സർ ഉണ്ട്. ഓക്കെ. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ വിൽ ബി 2/5. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി will be 3/5. Current total number of moles 5 ആണല്ലോ. Okay. According to Raoult's law, P total is equal to P0A into chi A plus P0B into chi B. Ready അല്ലേ? Yes. P total is 320 mm mercury ആണ് എന്ന് തന്നിട്ടുണ്ട്. 320 is equal to P0A എത്രയാണെന്ന് അറിയില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. P0B എത്രയാണെന്ന് അറിയില്ല, അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം അല്ലേ? എയുടെയും ബിയുടെയും വേപ്പർ പ്രഷറുകളല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P0Aയും P0Bയുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഹോൾ ഇക്വേഷൻ മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ബൈ 5. അപ്പോൾ 5 കൊണ്ട് മൊത്തം ഇക്വേഷൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1600 ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു 2. അപ്പോൾ 2 P0A, കാരണം 5കൾ ക്യാൻസൽ ആവുമല്ലോ ഡിനോമിനേറ്ററിലെ. 2 P0A പ്ലസ് 3 P0B എന്നായി മാറും. ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ആൻഡ് ഇനിയത്തെ കേസ് എന്താ? ഈ മിക്സ്ചറിലേക്ക് 1 മോൾ എയും 1 മോൾ ബിയും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ മിക്സ്ചർ മാറും. മിക്സ്ചർ മാറിയിട്ട് ഇനി എന്തായി മാറും? 2 മോൾ എ എന്നത് മാറിയിട്ട് 3 മോൾ എ ആയിട്ട് മാറും. പ്ലസ് 3 മോൾ ബി എന്നുള്ളത് മാറിയിട്ട് 4 മോൾ ബി ആയിട്ട് മാറും. അപ്പൊ കണ്ടെയ്നറിലെ മിക്സ്ചറിന്റെ കോമ്പോസിഷൻ മാറി. റെഡി അല്ലേ? യെസ്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ is 3/7, കാരണം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 7 ആയല്ലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി is 4/7. അക്കോർഡിംഗ് ടു റൗൾസ് ലോ, P total is equal to P0A into chi A plus P0B into chi B. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P total എത്രയാ? 328.6. 328.6 is equal to P0A into 3/7 plus P0B into 4/7. ഹോൾ ഇക്വേഷനെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഹോൾ ഇക്വേഷനെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 into 328.6 നിങ്ങൾ ചെയ്താൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? 2300.2 is equal to 3 P0A plus 4 P0B. ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2 ശരിയല്ലേ? ഇനി ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2വിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇക്വേഷൻ 1ൽ 2 P0A, ഇക്വേഷൻ 2വിൽ 3 P0A. അപ്പോൾ രണ്ടും ഈക്വൽ ആക്കാൻ എന്താ വഴി? രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ ഇക്വേഷൻ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇക്വേഷൻ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും ചെയ്താൽ രണ്ടിലും P0Aകളുടെ എണ്ണം സെയിം ആകും. സോ നമുക്ക് 2വിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ P0A ഇല്ലാതെയാവും, P0B മാത്രം കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാം? P0A കാൽക്കുലേറ്റ് ചെയ്യാം. സോ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ കിട്ടുന്നത്? ഇക്വേഷൻ 1 ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 3. ഒന്ന് ആലോചിച്ച് നോക്കി. 1600 എന്ന് പറയുന്നതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4800 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 6 P0A പ്ലസ് 3 into P0B അല്ലേ? അപ്പോൾ 9
P0B. Okay, suppose this is equation number 3 and equation 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2300.2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4600.4 is equal to 6 P0A plus 4 into 2 8 P0B. This is equation number 4. Ready? This is equation number 4. Equation 3 ൽ നിന്ന് equation 4 subtract ചെയ്താൽ 4800 ൽ നിന്ന് 4600.4 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുന്നത്? ഏകദേശം എത്ര കിട്ടൂടാ? ഈ 0.4 ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആൻസർ കിട്ടും. കാരണം MCQ അല്ലേ, വലിയ ഡിഫറൻസ് വാല്യൂസിലുണ്ട്. ആ 0.4 ഞാനങ്ങ് നെഗ്ലക്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് എത്ര കിട്ടുന്നത്? 200 ആ കിട്ടുക. അപ്പൊ 200 ഈസ് ഈക്വൽ ടു, ഇവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോവും. 9 P0B യിൽ നിന്ന് 8 P0B പോയാൽ ഒരു P0B ആണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ P0Bയുടെ വാല്യൂ 200 എന്ന് കിട്ടി. ഇനി P0A അല്ലേ വേണ്ടത്? ആണ്. ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഇതിലൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലേ. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. അപ്പൊ എന്താ പറയുന്നേ? 1600 ഈസ് ഈക്വൽ ടു 2 times P0A, ready, plus 3 times P0B. അപ്പൊ 3 times 200. റെഡി അല്ലേ? 1600 ഈസ് ഈക്വൽ ടു 2 times P0A plus 600. Therefore 2 times P0A is equal to 1600 minus 600 and that is equal to 1000 എന്ന് ആൻസർ കിട്ടും. And therefore P0A is equal to 500 എന്ന് ആൻസർ കിട്ടും. 1000 by 2 is 500. അപ്പൊ P0B 200ഉം P0A നമ്മളോട് എയുടെയും ബിയുടെയും റെസ്പെക്റ്റീവ്ലി ആണ് ചോദിച്ചിരിക്കുന്നത്. എയുടേത് 500 ആണ്, ബിയുടേത് എന്താണ്? 200 ആണ്. ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. കുറച്ച് ലെങ്തി ആണ്, പക്ഷെ നല്ല ചോദ്യമാണ്.